നമ്മളുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയാം പ്രധാനമായിട്ട് എന്താണ് 2025 എന്ത് ചെയ്യുന്നത് നമ്മളുള്ളത് അല്ലേ 2025 എല്ലാവർക്കും അറിയുന്നതാണ് 2025 എന്ത് ചെയ്യുന്നത് നമ്മളുള്ളത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലടാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കൾസെ നോക്കിയോളൂ, 2025 നമ്മളിങ്ങനെ പിറകോട്ട് എന്ത് ചെയ്യാണ് പോവാണ്. 2025 നമ്മളിങ്ങനെ പിറകോട്ട് എന്ത് ചെയ്യാണ് പോവാണ്. അങ്ങനെ പിറകോട്ട് പോവുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്കറിയാലോ പ്രധാനമായിട്ടും 1 എന്ന് പറയുന്നൊരു വർഷം ഉണ്ടാകുമല്ലോ. 1 എന്ന് പറയുന്ന വർഷം ഉണ്ടാവും അല്ലേ, 1 ഉണ്ടാവും, അതുപോലെ തന്നെ 2 ഉണ്ടാവും അല്ലേ, 3 ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ വേറെ കുറേ വർഷങ്ങളുണ്ട്. അങ്ങനെയൊക്കെ കുറേ വർഷങ്ങൾ ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? യെസ്, റെഡി. എടാ മക്കളെ, എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് യൂട്യൂബുള്ള ആൾക്കാരോട് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തടാ. ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേ. യെസ്, ഒന്ന് ആദ്യം ചെയ്തേ. കാരണം എന്താ പറയുക, നമ്മൾ അത്ര ആൾക്കാരോട് ഉണ്ടായിട്ട് ലൈക്ക് അത് പോരാ. ജസ്റ്റ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യടാ. ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേ. കമോൺ. യെസ്, ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേ. പെട്ടെന്ന്. യെസ്, കമോൺ. സാർ സൗണ്ട് കുറവാണ് മക്കളെ. ഒറ്റ മിനിറ്റ്. യെസ്, റെഡി. ഹലോ, മക്കളെ സെറ്റ് ആണല്ലോ? സൗണ്ട് ഓക്കെ ആണല്ലോ? മാക്സിമം പെട്ടെന്ന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, റെഡി. സെറ്റ് അല്ലേ? ഓക്കെ, റെഡി. മക്കളെ ശ്രദ്ധിക്കുക. യെസ്, ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, 1 എന്ന് പറഞ്ഞ വർഷം എന്തായാലും നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, 1 എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ വരുന്നത് പ്രധാനമായിട്ട് എന്താണ്, CE എന്ന് പറയുന്ന ഇതിലല്ലേ. ഇതൊക്കെ നമ്മൾ ഇതാണ് CE ആണ്. CE എന്ന് പറഞ്ഞാൽ കറന്റ് ഇറ അല്ലെങ്കിൽ കോമൺ ഇറ. അതിനുശേഷം ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് 0 എന്ന് പറഞ്ഞ വർഷവും നമുക്കില്ല അല്ലേ. -1 -2 ഒക്കെയാണ് നമ്മൾ സംഖ്യാശ്രേണി ചെയ്യുന്ന സമയത്ത് നമുക്ക് -1 -2 ഒന്നുമില്ല. പകരം ഇതേപോലെ തന്നെ ഇവിടുന്നും 1, അതേപോലെ തന്നെ 2, അതുപോലെ തന്നെ 3 എന്ന് പറയുന്ന വർഷങ്ങളുണ്ട്. പകരം ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് എന്തായിരുന്നു മക്കളെ? നമ്മൾ വിളിച്ചിരുന്ന പേര് എന്തായിരുന്നു വിളിച്ചിരുന്നത്? അതിനെ നമ്മൾ വിളിച്ചിരുന്ന പേര് BCE എന്നാണ്. BCE എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, വിളിക്കുക. അങ്ങനെയാണെങ്കിൽ മക്കൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഇങ്ങനെ പിറകോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മക്കൾ വർഷം ഉണ്ടാകുമല്ലോ. 600 BCE എന്ന് പറയുന്ന ഒരു വർഷം ഉണ്ടാവും അല്ലേ. 600 BCE. ഓക്കെ, ഒറ്റ മിനിറ്റ്. യെസ്, 600 എന്ന് BCE എന്ന് പറയുന്ന വർഷം ചെയ്യുന്നുണ്ട്, കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒറ്റ മിനിറ്റ്. യെസ്, റെഡി. ഹലോ, ഓക്കെ, റെഡി. അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, ഈ 600 BCE എന്ന് പറയുന്ന ഒരു വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ തന്നെ കാണാൻ വേണ്ടി പറ്റും. 600 BCE ശ്രദ്ധിക്കണേ. ഈ 600 BCE നമ്മൾ ഇതേപോലെ തന്നെ പിറകോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ, ഏറ്റവും പിറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 1500 BCE എന്ന് പറയുന്ന ഒരു വർഷം ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. 1500 BCE. യെസ്, റെഡി. യെസ്, റെഡി. 1500 BCE. ഓക്കെ, റെഡി അല്ലേ? ഇനി അതിനുശേഷം മക്കൾ ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 3000 എന്ന് പറയുന്ന ഒരു BCE. 3000 BCE. ഓക്കെ, ഇതൊക്കെ നമ്മളിങ്ങനെ പിറകോട്ട് പോകാണ് കേട്ടോ. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്നത് ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഞാനും നിങ്ങളൊക്കെ ഇവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. റെഡി അല്ലേ? ഓക്കെ, സെറ്റ്. താങ്ക് യു. ഓക്കെ, വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു സാധനം ശ്രദ്ധിച്ചോളി. എനിക്ക് പറയാനുള്ള സാധനം, നമ്മൾ ഈ പറഞ്ഞ 2025 അല്ലെങ്കിൽ 2025 നമ്മൾ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ പിറകോട്ട് വരികയാണ്. പിറകോട്ട് വന്നു കഴിഞ്ഞാൽ മക്കൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ. ഇതിനകത്ത് ചെറിയൊരു സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒറ്റ മിനിറ്റ്. ഓക്കെ അല്ലേ, റെഡി. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, നോക്കിയോളെ മക്കൾ ശ്രദ്ധിക്കുക. 3000 മുതൽ 1500 BC വരെ അല്ലേ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുൻപുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലുള്ള ഒരു സിവിലൈസേഷൻ ഉണ്ട്. ആ സിവിലൈസേഷൻ്റെ പേരാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. എൻ്റെ മക്കൾക്ക് ഓർമ്മയില്ലേ ഹാരപ്പൻ സിവിലൈസേഷൻ? അല്ലെങ്കിൽ നമ്മളതിനെ സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന പേരും കൂടി നമ്മൾ വിളിക്കുന്നുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇതെൻ്റെ മക്കൾ പഠിച്ച ഓർമ്മയില്ലേ? ഇതിനകത്ത് ചിലപ്പോൾ വർഷത്തിനകത്ത് ചിലപ്പോൾ നിങ്ങൾ ചില ടെക്സ്റ്റ് ബുക്കിൽ 2700 കാണാം, ഇവിടെ 1500 വരെ 1700 കാണാം. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. കാരണം അത് കുറേ വർഷം പഴക്കമുള്ള അതുകൊണ്ട് ഹിസ്റ്റോറിയന്മാർക്കിടയിൽ പല സാധനങ്ങളും പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ സിന്ധു നദീതട സംസ്കാരം തകരുന്നുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സിന്ധു നദീ സംസ്കാരത്തിനെ തകർച്ചയെക്കുറിച്ചൊക്കെ. നമ്മൾ റിവർ വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ നദീതട സംസ്കാരങ്ങളെ കുറിച്ചുള്ള ചാപ്റ്ററിനകത്തൊക്കെ നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഇനി ആ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പതനത്തിന് ശേഷം മക്കൾ പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, പിന്നീട് നിങ്ങൾ കണ്ടത് 1500 മുതൽ 600 വരെയുള്ള കാലഘട്ടമല്ലേ. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുക വേദിക് ഏജ് അല്ലെങ്കിൽ വേദ കാലഘട്ടം എന്നാണ് വിളിക്കുക. വേദിക് പീരീഡ് അല്ലെങ്കിൽ വേദ കാലഘട്ടം. വേദിക് ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത മക്കളെ? സൊസൈറ്റി എന്ന് പറഞ്ഞാൽ 4 തരത്തിലേക്ക്, സമൂഹത്തിനെ 4 തട്ടുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തിരിച്ചിട്ടുണ്ട്. സമൂഹത്തിന് 4 തട്ട് ഇല്ലേ. അപ്പോൾ 4 തട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ 1, 2, 3, 4 തട്ട്. ഏറ്റവും ടോപ്പിലുള്ള ആൾ എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മിൺസ്. പിന്നെ അതിൻ്റെ താഴെയുള്ള ആളാരാണ്? ക്ഷത്രിയന്മാർ. അതിൻ്റെ താഴെയുള്ള ആൾ എന്ന് പറഞ്ഞാൽ വൈശ്യാസ്. അതിൻ്റെ ഏറ്റവും താഴെയുള്ള ആളാണ് ആര്? ശൂദ്ര. ഇങ്ങനെ
സമൂഹത്തിനെ 4 തട്ടുകളായിട്ട് പ്രധാനമായിട്ട് തിരിച്ചിരുന്നു. അതാണ് വർണ്ണ സിസ്റ്റം. ഓർമ്മയില്ല, വർണ്ണ സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്ത് അന്ന് പ്രധാനമായിട്ട് എന്താണ്, ഈ പറഞ്ഞ ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും ടോപ്പിൽ ഉണ്ടായിരുന്നത് അല്ലേ. അതാ ആ ഒരു സിസ്റ്റം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചത്, താങ്കൾ നോക്കിയാൽ മതി. ബ്രാഹ്മണരായിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും ടോപ്പിൽ ഉണ്ടായിരുന്നത് വേദകാലഘട്ടത്തിനകത്ത്. അവരുടെ താഴെയാണ് ക്ഷത്രിയന്മാരുണ്ടായിരുന്നത്, അതിൻ്റെ താഴെ വൈശ്യന്മാർ, അതിൻ്റെ താഴെയാണ് ശൂദ്രന്മാർ. ഏറ്റവും കൂടുതൽ ഇതുപോലെ തന്നെ പവർ ഒക്കെ ഉണ്ടായിരുന്നത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മിൻസിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ്, ക്ഷത്രിയന്മാരാണ്. ബ്രാഹ്മിൻസ് ഇതേപോലെ തന്നെ പൂജാ കാര്യങ്ങളൊക്കെ റിലീജിയസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ഷത്രിയന്മാർ എന്ത് ചെയ്യുന്നു, ഇതേപോലെ തന്നെ യുദ്ധം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. രാജാക്കന്മാരൊക്കെ ആയിരുന്നത് ക്ഷത്രിയന്മാരാണ്. എന്നാൽ ഈ പറഞ്ഞ ട്രേഡേഴ്സ് ആയിട്ടുള്ള കച്ചവടക്കാരായിട്ടുള്ള ആൾക്കാരായിരുന്നു ആര്, വൈശ്യന്മാർ. അതേപോലെ തന്നെ ശൂദ്ര എന്ന് പറഞ്ഞാൽ അടിമകളായിരുന്നു. അപ്പോൾ സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ള അടിമകളായിട്ടുള്ള ആൾക്കാരാണ്, അടിമ അല്ലെങ്കിൽ സ്ലേവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ആര്, ഈ ശൂദ്രന്മാർ. ക്ലിയർ അല്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിനകത്ത് മക്കൾ ശ്രദ്ധിക്കണം, ആ കാലഘട്ടത്തിനകത്ത് ഈ ഒരു ശൂദ്രനായിട്ടുള്ള ഒരാൾക്ക് ഒരു ബ്രാഹ്മണനെ കാണാൻ പോലും പറ്റില്ല. ഒരു ശൂദ്രനായിട്ടുള്ള ഒരാൾക്ക് ബ്രാഹ്മണനെ കാണാൻ പറ്റില്ല, ബ്രാഹ്മണൻ നടക്കുന്ന സ്ഥലത്തൂടെ നടക്കാൻ പറ്റില്ല. എന്തിനേറെ പറയുന്നു, ഈ പറഞ്ഞ ബ്രാഹ്മണൻ വേദം, അന്നത്തെ ഈ പറഞ്ഞ ഋഗ്വേദം, സാമവേദം, അഥർവേദം എന്ന് പറഞ്ഞ വേദങ്ങളുണ്ട്. ആ വേദങ്ങൾ വായിക്കുന്നത്, ഈ പറഞ്ഞ ബ്രാഹ്മണൻ വായിക്കുന്ന വേദം ശൂദ്രൻ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് വലിയ പണിഷ്മെന്റ് ആണ് അന്നത്തെ സൊസൈറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സംവിധാനമാണ് ചാതുർവർണ്ണ സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സമ്പ്രദായമാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട്, ഈ സമ്പ്രദായത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട്, സ്ത്രീകൾക്കൊന്നും അന്ന് വലിയ തരത്തിലേക്ക് ഇതില്ല എന്നൊരു റോളും ഇല്ല കേട്ടോ. അതായത് ഇപ്പോൾ ഒരു ബ്രാഹ്മണ സ്ത്രീ ആണെങ്കിൽ പോലും ബ്രാഹ്മണ സ്ത്രീക്ക് സ്വത്തവകാശങ്ങളോ ഒന്നും തന്നെ എന്ത് ചെയ്തില്ല, അന്നത്തെ സൊസൈറ്റിക്കകത്തില്ല. അപ്പോൾ ഇതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ എന്ത് വരുന്നത്, പുതിയ തരത്തിലേക്ക് 2 പ്രധാനപ്പെട്ട എന്തുണ്ടാകുന്നത്, ആശയങ്ങൾ ഉണ്ടാകുന്നത്. അത് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BC 600 തന്നെയാണ്. ആ 2 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇത് ബുദ്ധിസം, അതേപോലെ തന്നെ എന്താണ് ജൈനിസം. ബുദ്ധിസം അതുപോലെ തന്നെ ജൈനിസം. ബുദ്ധമതവും അതുപോലെ തന്നെ എന്താ മക്കളെ, ജൈനമതവും. ആരൊക്കെ മക്കളെ, ബുദ്ധമതം അല്ലേ, ബുദ്ധമതം, അതേപോലെ തന്നെ എന്താ മക്കളെ, അതുപോലെ തന്നെ ജൈനമതം. ബുദ്ധമതവും അതുപോലെ തന്നെ എന്താണ് ജൈനമതം കേട്ടോ. ബുദ്ധമതം, ജൈനമതം. അപ്പോൾ ബുദ്ധമതവും ജൈനമതവും എന്തിന് എതിരെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിന് ഉത്തരം പറയാം, ഈ പറഞ്ഞ വേദിക് പീരീഡിന് അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ ഡോമിനേഷനെതിരെ, ഈ പറഞ്ഞ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വേദ കാലഘട്ടത്തിനെതിരെ വന്നിട്ടുള്ള 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ബുദ്ധിസവും ജൈനിസവും. മനസ്സിലാക്കണം, ബുദ്ധിസവും ജൈനിസവും. ഇനി ഈ ബുദ്ധിസവും ജൈനിസവും എന്തുകൊണ്ട് ഇതുപോലെ തന്നെ വളർന്നു, അല്ലെങ്കിൽ വളരാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ബുദ്ധിസവും ജൈനിസത്തിനകത്തും ഏറ്റവും കൂടുതൽ ഇതുപോലെ തന്നെ പാവപ്പെട്ട, അതായത് അവർ ജാതിയും മതം ഒന്നും നോക്കിയിട്ടില്ല, ഏതൊരാൾക്കും വരാനും അതുപോലെ തന്നെ അതിൽ വിശ്വാസങ്ങളിൽ പങ്കെടുക്കാനും പറ്റുന്ന ഒരു മതമായിരുന്നു ഇത് ബുദ്ധിസവും ജൈനിസവും. അതായത് എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ വരാം. മക്കൾ മനസ്സിലാക്കേണ്ടത് ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, സ്ത്രീകളെ സന്യാസിനിമാരാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മതമാണ് ഇത് ബുദ്ധിസവും ജൈനിസവും. ഈ പറഞ്ഞ സ്ത്രീകളെ സന്യാസിനിമാരാക്കിയിട്ടുള്ളതാണ് ഇത് ബുദ്ധിസവും ജൈനിസവും. അപ്പോൾ അത്തരത്തിലേക്ക് എല്ലാ ആളുകൾക്ക് വരാനും, അതുപോലെ തന്നെ ഇവർ പ്രധാനമായിട്ട് അഹിംസ എന്ന് പറയുന്ന സിദ്ധാന്തമായിരുന്നു ഫോളോ ചെയ്തിരുന്നത്, ഒന്നിനെയും കൊല്ലില്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലേക്ക് ഒരുപാട് നല്ല നല്ല ആശയങ്ങൾ, സമാധാനപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു ബുദ്ധിസ്റ്റുകളും ജൈനിസ്റ്റുകളും. അതുകൊണ്ടൊക്കെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തു, ഈ ബുദ്ധിസത്തിലും ജൈനിസത്തിലും ഒക്കെ ആകൃഷ്ടരായി ആ മതത്തിനകത്ത് എന്ത് ചെയ്യാണ്, ചേരുകയാണ്. അപ്പോൾ മക്കൾ മനസ്സിലാക്കി വെക്കുക, നമ്മുടെ ചാപ്റ്ററിനകത്ത് നമ്മൾ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനകത്ത്, ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ ആശയങ്ങളായിട്ട് നമ്മൾ പറയുന്നത് ആദ്യത്തെ ഏത് 2 സാധനമാണ്, ഈ ബുദ്ധിസവും ജൈനിസവുമാണ്. ബുദ്ധിസവും ജൈനിസവുമാണ്. ഇനി മക്കൾ ശ്രദ്ധിക്കുക, ഇതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യക്കകത്തുണ്ടായ മറ്റൊരു സാധനമാണ് ഇത് ഈ പറയുന്ന ജനപദങ്ങളും. എന്തുകൂടി ഉണ്ടായിട്ടുണ്ട്, ജനപദങ്ങളും ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ജനപദങ്ങൾ കേട്ടോ. അതായത് പുതിയ രാഷ്ട്രങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, എമേർജ് ചെയ്യുന്നുണ്ട്. അതാണ് മഹാജനപദങ്ങൾ. ജനപദങ്ങൾ അല്ലെങ്കിൽ മഹാജനപദങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. മക്കളെ ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടിയോ, ഒരു ഏകദേശ ധാരണ എൻ്റെ മക്കൾക്ക് കിട്ടിയോ, അതായത് എന്താണ്, ഏത് കാലത്താണ് നമ്മളിത് പറയുന്നത്, ആ കാലഘട്ടത്തിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ എൻ്റെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യം തന്നെ ഞാൻ ഈ ചാപ്റ്ററിലേക്ക് അത് നേരിട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് ഏതാണ് സാഹചര്യം, ആ നിലവിലുള്ള ഒരു സോഷ്യൽ കണ്ടീഷൻ എങ്ങനെയാണ്, സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്, ഇതൊക്കെ എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ, റെഡിയാണോ? ഇത് മനസ്സിലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു ഓക്കെ എന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ജസ്റ്റ് പെട്ടെന്ന് ഒന്ന് ഇട്ടേരാ, പെട്ടെന്ന് കമോൺ. യെസ്, എല്ലാ ആൾക്കാരും യെസ്, റെഡി. യെസ് സാർ, സെറ്റ്. മക്കളെ ആപ്പിനകത്ത് നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ ആപ്പിനകത്ത് എടുത്ത ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ആപ്പിനകത്തുള്ള ആൾക്കാരാണെങ്കിൽ മക്കൾ ഇതൊരു റിവിഷൻ ആയിട്ട് എന്ത് ചെയ്യാനും കാണണം കേട്ടോ. കാരണം നിങ്ങൾ നോക്കിയാൽ ആപ്പിനകത്ത് ഏകദേശം ഒരു 4-5 എപ്പിസോഡോട് കൂടിയാണ് നമ്മൾ ഈ ചാപ്റ്റർ തീർത്തത്. അത്രയേറെ എപ്പിസോഡുകൾ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എടുത്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു റിവിഷനാണ്, ഒരു ക്വിക്ക് റിവിഷൻ മാത്രമാണ്. അപ്പോൾ യൂട്യൂബിലുള്ള ആൾക്കാരോട് പറയാണ്, മക്കളെ ഈ സെറ്റായിട്ട് നമ്മൾ ആപ്പിലൊക്കെയുള്ള ക്ലാസിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ അത് എല്ലാം കറക്റ്റ് ഓർഡർ പ്രകാരം നമ്മൾ എന്ത് ചെയ്യാണ്, എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് യൂട്യൂബിലൊക്കെ ഉള്ള മക്കളോട് എനിക്ക് പറയാനുള്ളത്, മാക്സിമം ആപ്പിനകത്തൊക്കെ ജോയിൻ ചെയ്യാട്ടോ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും, നോട്ടും കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് മക്കളോട് എനിക്ക് പറയാനുള്ളത്, സൈലം നിങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കുകയാണ്. 2025-26 അക്കാഡമിക് ഇയറിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ടുള്ള നിഞ്ച ബാച്ച് കേട്ടോ. ക്ലാസ് 9 സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ആ നിഞ്ച ബാച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ പറയുന്ന ഓൺലൈൻ ട്യൂഷൻ, ഈ പറയുന്ന കേരളത്തിനകത്ത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളാണ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പെട്ടെന്ന് തന്നെ ഈ താഴെ കാണുന്ന 9995400800 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. പെട്ടെന്ന് തന്നെ ഇതുപോലെ തന്നെ എന്താണ്, നമ്മുടെ നിഞ്ചയുടെ ഭാഗമായിട്ട് മാറുക കേട്ടോ. എല്ലാ ആൾക്കാരും. അപ്പോൾ മറക്കണ്ട, നിഞ്ച കേട്ടോ, നിഞ്ച കേട്ടോ. ഓക്കെ, നിഞ്ച കേട്ടോ, നമ്മുടെ നിഞ്ചയുടെ ഭാഗമായിട്ട് വരണം കേട്ടോ. ഓക്കെ, റെഡി. എല്ലാ ആൾക്കാരും വരണം, ഈ ഒരു ദിനത്തെ എല്ലാ ആൾക്കാരും വരണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം കേട്ടോ. ഓക്കെ, സെറ്റ്. ഓക്കെ, റെഡി. അപ്പോൾ ഇനി ശ്രദ്ധിച്ചോളൂ മക്കളെ, ഇനി ഞാൻ ഓരോന്നിലേക്കും പോവാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത്
ആദ്യം തന്നെ മക്കളെ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വൈസ് സാധനം തന്നെ നമുക്ക് പോകാം. ആദ്യം തന്നെ വരുന്ന ഒരു സാധനമാണ് നോക്കുക. ചോദ്യം ഇതാണ്: ദ മെറ്റീരിയൽ കണ്ടീഷൻ ഓഫ് ദി ഗംഗ ബേസിൻ പ്ലേഡ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഐഡിയാസ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഷേപ്ഡ് ദീസ് മെറ്റീരിയൽ കണ്ടീഷൻ? മക്കളെ BC 6ാം നൂറ്റാണ്ടിലകത്ത് ഇന്ത്യയിൽ പുതിയ ആശയങ്ങളുടെ ഉത്ഭവത്തിൽ ഗംഗാ തടത്തിൽ ഭൗതിക സാഹചര്യങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. ഈ ഭൗതിക സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ എന്തെല്ലാം ഘടകങ്ങൾ ആണ് സഹായിച്ചിട്ടുള്ളത്? മക്കൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ പറഞ്ഞ BC 6ാം നൂറ്റാണ്ടിനകത്ത് പ്രധാനമായിട്ടും ഈ പറയുന്ന സിവിലൈസേഷൻ, പ്രത്യേകിച്ച് ഈ പറയുന്ന ഐഡിയാസ് ഉണ്ടല്ലോ, ഈ പറയുന്ന ബുദ്ധിസവും ജീനിസവും, ഇതൊക്കെ തന്നെ പ്രധാനമായിട്ടും ഉത്ഭവിച്ചത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഗംഗാ നദി. ഗംഗയെ ഓർമ്മയില്ലേ? ഗംഗാ നദി ഹിമാലയൻ നദികളിൽ പ്രധാനപ്പെട്ട നദിയാണ് ഇത്. ഗംഗ ഇന്ത്യയിലൂടെ മുഴുവനായിട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു ഹിമാലയൻ നദിയാണ് ഈ ഗംഗ. നമ്മുടെ പുണ്യ നദിയാണ് ഇത്. ഹോളി റിവർ അല്ലേ? ഹോളി റിവർ, ഇന്ത്യയുടെ ഹോളി റിവർ അല്ലെങ്കിൽ പുണ്യ നദിയാണ് ഇത് ഗംഗ. ആ ഗംഗാ നദിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്തുണ്ടായിരുന്നത്? ഈ പറയുന്ന ബുദ്ധിസവും ജീനിസവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് മക്കൾ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള മക്കൾ ശ്രദ്ധിക്കാൻ, ഈ പറഞ്ഞ 2 തരത്തിലേക്കുള്ള നദികൾ ഇന്ത്യയിലുണ്ടല്ലോ. ഹിമാലയ നദിയിൽ ഒരു പ്രധാനപ്പെട്ട നദിയാണല്ലോ ഏത്? ഈ ഇൻഡസ്. ഇതാണ് ഇൻഡസ്. ഈ ഇൻഡസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മക്കളെ എന്തുണ്ടായിരുന്നത്? നമ്മുടെ ആ പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. ഇതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഒക്കെ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഹാരപ്പൻ സംസ്കാരമൊക്കെ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ BC 6ാം നൂറ്റാണ്ടായപ്പോഴേക്കും ആൾക്കാരൊക്കെ അവിടുന്ന് എങ്ങോട്ട് മാറുന്നുണ്ട്? ഈ പറഞ്ഞ ഗംഗാ സമതലത്തിലേക്ക് മാറുന്നുണ്ട്. ഗംഗാ സമതലത്തിലേക്ക്. ഇത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ടുവേർഡ്സ് ദ ഗാൻജറ്റിക് പ്ലെയിൻസ് അല്ലെങ്കിൽ ഗംഗാ തടത്തിലേക്ക് എന്നൊരു ചാപ്റ്റർ പഠിച്ചത് ഓർമ്മയുണ്ടോ? ആ ചാപ്റ്ററിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ഈ സാധനമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന ഗംഗയുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ ബുദ്ധിസവും ജൈനിസവും ഒക്കെ തന്നെ വളർന്നു വരാൻ സഹായിച്ചിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്. ഓക്കെ ആടാ, ഫസ്റ്റ് തന്നെ നോക്കിയോളൂ. ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ പോയിന്റ് ഫസ്റ്റ് തന്നെ നോക്കണേ, യൂസ് ഓഫ് അയേൺ വെപ്പൺസ്, ഇരുമ്പ് ഉപകരണങ്ങളുടെ ഉപയോഗം. മക്കൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ ഗംഗയുടെ തീരങ്ങളിൽ ഒരുപാട് ഇരുമ്പിന്റെ ഡെപ്പോസിഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നിക്ഷേപം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തെളിവ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അന്നത്തെ കാലത്ത് ഇത് നിങ്ങൾ ആലോചിച്ചോക്കണം. നമ്മളിപ്പോൾ 2025 2025 ഞാനും നിങ്ങളുള്ളത്. മക്കളെ, നമ്മളെക്കാളൊക്കെ എത്ര പിറകിലാണെന്ന് ആലോചിച്ച് നോക്കുക. ഒരു 10,000 വർഷം 2,500 വർഷം മുൻപ് അവിടെ നിന്ന് നമ്മൾ കണ്ടെടുത്തിട്ടുള്ള അയേൺ വെപ്പൺസ് ആണ്, അതായത് ഇരുമ്പിന്റെ ഉപകരണങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് അന്നത്തെ കാലത്ത് അവരുണ്ടാക്കിയതാണ്. നിങ്ങൾ നോക്ക്, അതിലൊക്കെ എന്തൊക്കെ ഉണ്ട്? മൺവെട്ടിയും കോടാലിയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അന്നത്തെ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ ഗംഗയുടെ തീരങ്ങളിലൊക്കെ തന്നെ ഇഷ്ടം പോലെ എന്തുണ്ടായിരുന്നു മക്കളെ? ഇതേപോലെ തന്നെ ഇഷ്ടം പോലെ അയേൺ ഡെപ്പോസിഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ അയേൺ ഡെപ്പോസിഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നത്? ഇതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഗംഗയുടെ തീരങ്ങൾ കേട്ടോ. മക്കളെ ശ്രദ്ധിക്കുക, ഗംഗയുടെ തീരം എന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കേണ്ടതാ, ഇതാണ് സംഭവം കേട്ടോ. ഇതാണ് ഗംഗേ. അത് ഞാൻ പാടില്ല, കാരണം ഞാൻ പാടിക്കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, കേരളത്തിനകത്ത് ഏറ്റവും മികച്ച രീതിയിൽ പാടുന്നത് ഞങ്ങൾ 4 ആൾക്കാരാണുള്ളത് അല്ലേ? കേരളത്തിനകത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഞങ്ങൾ 4 ആൾക്കാരാണ്. മികച്ച നമ്മൾ തർക്കമില്ലാതെ പാടും. ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ, ദാസേട്ടന്, റിമി ടോമി, അതുപോലെ ശ്രേയാ ഘോഷാൽ. ഇങ്ങനെ 4 ആൾക്കാരാണ് കേരളത്തിനകത്ത് മികച്ച രീതിയിൽ എന്ത് ചെയ്യുന്നത് പാടുന്നത്. പക്ഷേ ഞങ്ങൾ ആലോചിച്ച് അത്രയും നന്നായിട്ടൊക്കെ പാടുന്ന എനിക്ക് എന്തെങ്കിലും തരത്തിലേക്ക് നിങ്ങൾ നോക്കി, എൻ്റെ മുഖത്തൊക്കെ നോക്കി, എന്തെങ്കിലും അഹങ്കാരം ഉണ്ടോ? ഒരു അഹങ്കാരം ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ടോപ്പ് ആകും ഞങ്ങൾ പറയുന്നില്ല. തർക്കമില്ല അതൊക്കെ എന്ത് ചെയ്യും? പാടും. ആരൊക്കെയാണ്? ഞാൻ, ദാസേട്ടൻ, റിമി ടോമി, ശ്രേയാ ഘോഷാൽ. ഓക്കെ, റെഡി സെറ്റ് അല്ലേ? സാർ, യെസ് സാർ, ഈ പാട്ട് ലാസ്റ്റ് മതി. ഓക്കെ, എനിക്ക് മനസ്സിലാകുന്നു, നിങ്ങൾ വികാരം ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് ലാസ്റ്റേ പാടുന്നുള്ളൂ കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇതാണ് ഗംഗാനദിയുടെ തീരങ്ങളിൽ ഈ പറഞ്ഞ അയേൺ ഡെപ്പോസിഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇരുമ്പ് ഇതാണ് സാധനം കണ്ടില്ലേ? ഇതുപോലത്തെ ഈ പാറക്കെട്ടുകളൊക്കെ ഉണ്ടാവില്ല, ആ പാറയുടെ ഒക്കെ അവിടെ തന്നെയുള്ള ഡെപ്പോസിഷൻ ആട്ടോ ഇരുമ്പ്. അപ്പോൾ ഈ ഇരുമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കും മക്കളെ? ഇരുമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ അയേൺ വെപ്പൺസ് ഉണ്ടാക്കും കേട്ടോ. അന്നത്തെ കാലത്ത് ഈ അയേൺ വെപ്പൺസ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് ബ്ലാക്ക് സ്മിത്ത് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മൾ വിചാരിച്ചതുപോലെ അല്ലട്ടോ. ഇവർ നമ്മൾ വിചാരിച്ച ആൾക്കാരല്ല മക്കളെ. ഭയങ്കരമാരാണ് ഇവർ കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കാം, ഈ ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ എന്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു? ഈ പറഞ്ഞ ഇരുമ്പ് ഉപകരണങ്ങൾ ഉണ്ടാക്കി അത് ഉപയോഗിച്ച് അവർ എന്ത് ചെയ്തു? കൃഷി ചെയ്തു. അങ്ങനെ രണ്ടാമതായിട്ട് അവിടെ എന്തുണ്ടായി? അഗ്രികൾച്ചർ പ്രോഗ്രസ് അല്ലെങ്കിൽ കൃഷിയുടെ പുരോഗതി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ അയേൺ കിട്ടി, അയേൺ വെപ്പൺസ് എന്ത് ചെയ്യുന്നു? അവർക്ക് കിട്ടുന്നു. യെസ് സാർ, ഇതെന്താ ബ്ലറാണ് സൂപ്പർ സാർ, ബ്ലറാണ്. ഓക്കെ, മക്കളെ ശ്രദ്ധിക്കുക, അയേൺ വെപ്പൺസ് ഇവർക്ക് ഇതേപോലെ തന്നെ ഇവർക്ക് ഇതുപോലെ തന്നെ അയേൺ വെപ്പൺസ് അവർക്ക് കിട്ടുന്നു. ഇരുമ്പിന്റെ ഉപകരണങ്ങൾ കിട്ടുന്നു. ആ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെന്തുണ്ടാക്കുന്നു? കൃഷി ഉണ്ടാക്കുന്നു. അഗ്രികൾച്ചർ എന്ത് ചെയ്തിരുന്നു? അവർ നടത്തുന്നു, അല്ലെങ്കിൽ കൃഷി ഉണ്ടാകുന്നു. അങ്ങനെ കൃഷിയിൽ വലിയ തരത്തിലേക്ക് എന്തുണ്ടാവുന്നു? അവർക്ക് പ്രോഗ്രസ് ഉണ്ടാകുന്നു. അഗ്രികൾച്ചർ പ്രോഗ്രസ് എന്ത് ചെയ്തിരുന്നു? ഉണ്ടാകുന്നു. അത് നിങ്ങൾ നോക്കി കേട്ടോ. കൃഷി ഉണ്ടാക്കാനാവില്ല. ഈ പറഞ്ഞ നോക്കുക, ഈ കൽപ്പൊക്കെ ഉപയോഗിച്ചത് അതുകൊണ്ട് കണ്ടില്ലേ? ഈ ഇരുമ്പിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ മണ്ണൊക്കെ എന്ത് ചെയ്യും? ഇളക്കും. അങ്ങനെയൊക്കെ മണ്ണൊക്കെ ഇറക്കി അവിടെ എന്ത് ചെയ്യും? ഇതുപോലെ തന്നെ ഈ പറഞ്ഞ കൃഷി ചെയ്യും കേട്ടോ. അങ്ങനെ കൃഷി ചെയ്ത സ്ഥലത്ത് മക്കളെ ശ്രദ്ധിക്കുക, അങ്ങനെ കൃഷി ചെയ്ത സാധനങ്ങളൊക്കെ ഒരുപാട് എന്ത് ചെയ്യുന്നു? ഉണ്ടാവുന്നു. ആ ഉണ്ടായ സാധനങ്ങൾ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിൽക്കും. അങ്ങനെയാണ് ആ സമയത്ത് ഈ ട്രേഡ്, അതുപോലെ തന്നെ സിറ്റീസ് എന്ത് ചെയ്യുന്നത്? എമേർജ് ചെയ്യുന്നത്. ട്രേഡ് ആൻഡ് സിറ്റീസ്, എമർജൻസ് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ്. ഈ പറയുന്ന പ്രധാനപ്പെട്ട വ്യാപാരങ്ങളും നഗരങ്ങളുടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഉദയം എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അയൺ വെപ്പൺസ് ഉണ്ടാക്കുന്നു, കൃഷി ഉണ്ടാകുന്നു. ആ കൃഷിയിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിരുന്നു, ഈ പറഞ്ഞ ഒരുപാട് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ട്രേഡ് ഉണ്ടാവും, കച്ചവടം ഉണ്ടാവും അല്ലെ. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എന്ത് ചെയ്യും, അത് വിൽക്കും. അങ്ങനെ ആ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ പിന്നെ എന്തായി മാറും, സിറ്റീസായി മാറും. പുതിയ പുതിയ സിറ്റീസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ട് എന്ത് ചെയ്യും, മാറുകയാണ് ചെയ്യാട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ എങ്ങനെയാണ് മക്കളെ ആലോചിക്കുക, എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നഗരങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത്. മക്കളെ നിങ്ങൾ നോക്കിയത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് വെച്ചാൽ നിങ്ങൾ നോക്കിയത് ഇപ്പോൾ 2 വഴിയാണ്. ഇവിടുന്ന് ഒരു വഴിയുണ്ട്, ഇവിടുന്ന് ഒരു വഴിയുണ്ട്, അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു വഴിയുണ്ട്, ഇവിടുന്ന് ഒരു വഴിയുണ്ട്. യെസ് റെഡി ഇതാ ഇത് ഇവിടുന്ന്